വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലേക്ക് പോയാൽ പ്രതി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയേക്കും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിവിധ കേസുകളായിട്ടാണ് ഇത് ഈ കൂട്ടക്കൊലപാതകങ്ങളെല്ലാത്തിൽ ഓരോ കൊലപാതകങ്ങളെയും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നടപടികൾ എങ്ങനെയൊക്കെയാകും? വീണ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അഫാനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള 3 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 3 സ്റ്റേഷനുകളിലാണ്. അതിൽ അഫാന്റെ സഹോദരനെയും ഒപ്പം തന്നെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഒരു കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഉമ്മുമ്മയുടെ കേസാണ്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇനിയുള്ളത് വെഞ്ഞാറമൂട് പോലീസിന്റെ തന്നെ പരിധിയിൽ വരുന്ന ലത്തീഫിനെയും, അതായത് പിതാവിന്റെ ഉപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യ സാജിദയും കൊലപ്പെടുത്തിയ കേസിലാണ്. ആ കേസിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസും മെഡിക്കൽ ബോർഡും ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളും തെളിവെടുപ്പിലേക്ക് കടക്കാനാണ് വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പോലീസ് ശ്രമം നടത്തുന്നത്. തുടക്കത്തിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നുള്ളതായിരുന്നു പ്രാഥമികമായും പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മൊബൈൽ ഫോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വലിയ രീതിയിൽ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണത്തിലേക്കും ഒപ്പം തന്നെ നിഗമനത്തിലേക്കും കടക്കണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ 3ാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഒപ്പം തന്നെ ഇന്നോ നാളെയോ കസ്റ്റഡി ലഭ്യമാക്കിയതിനു ശേഷം 10 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുക. ഈ 10 ദിവസത്തിനുള്ളിൽ കൂടുതൽ ചോദ്യം ചെയ്ത് ഈ കേസിൽ ഒരു വ്യക്തത വരുത്തുക. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൽ തെരഞ്ഞിട്ടുള്ള ഈ ആയുധങ്ങളെ പറ്റിയിട്ടുള്ള കാര്യമായ പഠനമൊക്കെ ഈ അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒപ്പം തന്നെ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്ന രീതി പല ഘട്ടങ്ങളിലും ഇന്റർനെറ്റിൽ തെരഞ്ഞതായി പോലീസ് ഈ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതോടുകൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അതിലടക്കം പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്തും. ഒപ്പം തന്നെ ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ള കിലോമീറ്ററുകൾ കടന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ എത്തിച്ച് പോലീസ് ഈ തെളിവെടുപ്പ് നടത്താനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യമായ മാനസിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ എലിവിഷം കഴിച്ചു താൻ എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 10 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അഫാനെ പാർപ്പിച്ചിരുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെയോടുകൂടി മിക്കവാറും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും. വീണ. ശരി ശാലിനി.